ആ നേരം നാവില് സരസ്വതി വിളയാടിയതുകൊണ്ടാ അപ്പ കുക്കാന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനം പോയില്ല. എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. എന്താ മിണ്ടാത്ത്? വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനാ കൂട്ട്. ഇതാ ഇപ്പൊ പോരാത്തതിന് പത്മജയും. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ച അന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ചെങ്കിലും. ഓ വല്ലപ്പോഴും അച്ഛനൊന്നും ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ. അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേറിക്കോളൂ. അവിടെ അവിടെ തന്നെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. നാരായണേട്ടൻ, ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു. ഇന്ന് കാലത്ത് ട്രിവാൻഡ്രം മേലും ഇങ്ങോട്ട് പോകുന്നു. എന്തേ? അല്ല, വരുന്ന വഴിക്ക് ഗണപതി കോവിലിൽ കയറിയിരുന്നോ? ഏത്തോട്ടൊക്കെ അതിന്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. നീ പോടാ മൂക്രാഞ്ചി മോറ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയാത്തതേ, നിന്റെ തന്ത എന്ന് പറയുന്ന എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിക്കേക്ക് സംസാരിക്കണം. വിളിക്കൊന്നും വേണ്ട. ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ? എടാ, ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടി അന്ന് മുതൽ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടോനായി പോയത്. നീ മാറി, ഞാൻ ഒന്ന് കാണട്ടെ. വീടിന്റെ അകത്തേരെ അടിച്ചിട്ട് ഞാൻ. മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? പൂശും. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ നാരായൺ? അങ്ങനെയല്ലോ ആ പഴഞ്ചൊല്ല്. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നല്ലേ? അതൊക്കെ പണ്ട്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയാ? മാറ്റി. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയിട്ടുണ്ടല്ല, ഞാനപ്പ SI മറിയാമ്മയെ വിളിക്കും. നീ എന്തിനാ മറിയാമ്മയെ വിളിക്കണേ? ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തല കെട്ടിവെക്കാൻ പോലീസിലുള്ള എന്റെ ഹോൾട്ട് എന്താണെന്നറിയോ മിസ്റ്റർ നാരായൺ? ഞാനിപ്പോ മറിയാമ്മയെ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മറിയാമ്മയെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ മറിയാമ്മയെ വിളിച്ചോ, ഞാൻ പോയിക്കോളാം. നിനക്ക് സന്തോഷായില്ലേ? കൈ വിട്ടു പോയിട്ടോ. ആരായിരുന്നല്ലേന്നറിയോ? ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ. എന്തേ ആത്മാർത്ഥതയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ? ചെല്ല്, മറിയാമ്മയുടെ നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ. ഈ നാരായണേട്ടനെ കിട്ടിയത് പോരാന്നുണ്ടാ? ഇന്ന് ഇയാളെ ഞാൻ അവിടെ അവിടെ ഇരി. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തന്നെ തരണുണ്ട്. അമ്മ ഒന്നുമില്ല. കൊല്ലില്ല. ചേട്ടനായിരുന്നോ? എന്താണ് ഇത്? ഒരാള് തലക്കടിക്കാൻ വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന്? അതോ ഇനി തല്ല് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ? അയ്യോ, എന്റെ പൊന്നെടത്ത് എനിക്ക് ആള് മാറിപ്പോയതാ. ആ നാരായണേട്ടൻ പിന്നെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. എന്താ മക്കളെ ഉണ്ടക്കണ്ണൊക്കെ വിളിച്ചേക്കണേ? അപ്പൊ ഇവനകത്ത് കാത്തിരിക്കാ. ചെല്ലി കഥയൊക്കെ പറഞ്ഞുതരും. ചെല്ല് വായട്ടെ. എന്റെ അടുത്ത് ഇനി പ്രത്യേകം ക്ഷണിക്കണോ? വാ അപ്പൂപ്പന്റെ സുന്ദരക്കുട്ടികൾ ഓടി വാ. ഗിരിജയുണ്ടോ? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് തോന്നാൻ? അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇറങ്ങിയത്. ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. എന്താ ഗിരിജ, എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? അത് അച്ഛനാ പറയേണ്ടത്. ചോദിക്കേ. എന്താടാ? എന്താ ഏട്ടാ? എന്താ ഇത്ര പേടി? അവിടുന്ന് വലിയ ആളായിട്ട് ഇറങ്ങിയതല്ലേ, വാ തുറന്ന് ചോദിക്കരുതോ? ചോദിക്കാം അച്ഛാ. വേറൊന്നുമില്ല, ഇന്ന് ആർട്സ് കോളേജിന്റെ മുമ്പിൽ വെച്ച അച്ഛനെയും നാരായണേട്ടനെയും പോലീസ് അറിഞ്ഞുവല്ലേ? ആരാ പറഞ്ഞേ? കോളേജിൽ ഒരുപാട് സ്റ്റാഫും സ്റ്റുഡൻസും ഒക്കെ എന്റെ ബ്യൂട്ടി പാർലറിലെ കസ്റ്റമേഴ്സാ. അറിയാമോ? അവിടെ എന്ത് നടന്നാലും ഇവളറിയും. ഓ, എന്തൊരു മണ്ടികളാച്ചേ പെണ്ണുങ്ങള്. ഏട്ടത്തി കേട്ടത് ശരിയാ. പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമല്ല, ലിഫ്റ്റ് കൊടുത്തതാ. പിടിച്ചു വലിച്ച് ജീപ്പി കെട്ടിയാണോ ലിഫ്റ്റ് കൊടുക്കുന്നത്? അതെ. അച്ഛൻ മടിച്ചെന്നാ പിന്നെ പിടിച്ചു വലിക്കാതെ? അല്ല, ഈ SI മറിയാമെന്ന് പറഞ്ഞ ആരാ? നമ്മുടെ വേലിക്കകത്ത തോമാച്ചേട്ടന്റെ മോളാ. അച്ഛനെ 17 വർഷം കഴിഞ്ഞ് കാണണേ. ഏത് മറിയാമ്മ, ഏത് തോമാച്ചേട്ടൻ? കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവിയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശെടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് ചേട്ടൻ ഫീസ് തന്നത് മറന്നോ? തന്ന ഫീസിന് നന്ദി വേണം ചേട്ടാ, നന്ദി വേണം. ഓഹോ, ആ തോമാച്ചേട്ടൻ. ഞാൻ 2-3 തവണ ഫീസ് കൊടുക്കാതെ ക്ലാസ്സിന് വെളിയിലായതുകൊണ്ട് ഏത് തോമാച്ചേട്ടൻ എന്നുള്ള കാര്യം മറന്നു.
ഈ ഫീസ് തന്ന തോമാച്ചേട്ടൻ ഇപ്പൊ ഫ്യൂസ് ആയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? ഓവറാക്കല്ല അന്നേ അങ്ങേര് കുറച്ച് ഓവറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗിരിജ, നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട്. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. ഒരു കാര്യം ഞാൻ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനാ ഭാവമെങ്കിൽ ഞാൻ പിള്ളേരെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോവും. വാടി ഇവിടെ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നടക്കടി. സത്തു. അച്ഛാ ചേട്ടാ, ദയവ് ചെയ്ത് ഇനി ആ നാരായണേട്ടനായിട്ട് ഒരു ഇടപാടും വേണ്ട. അയാൾ അച്ഛനെ കൊണ്ട് ഓരോ കുഴി ചാടിക്കണേ. ഇനി അയാളൊന്ന് ഓഫീസിൽ കയറ്റരുത് കേട്ടോ. ശരിക്കും എന്താ ഉണ്ടായേ? നിങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് വന്നേക്ക്, ഞാൻ പോവാ. അയ്യോ, ആ ഹലോ പവിയുണ്ടോ? പവി അവൻ കുളിക്കുകയാണല്ലോ. ഏ കുളിക്കുകയാണോ? എന്നാ ഒന്ന് വിളിക്കാവോ? സോറി, കുളിക്കുകയാണെങ്കിൽ വിളിക്കണ്ട കേട്ടോ. ആരാ? ബ്രദറാ? അല്ല ഫാദറാ. അയ്യോ സോറി, ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി. ആരാ വിളിക്കുന്നേ? ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. വെറും ഫ്രണ്ടല്ല കേട്ടോ, ക്ലാസ്മേറ്റാ. എന്താ പേര്? ഞാൻ റോസ്. റോസ്? അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യം അവൻ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, എല്ലാ സമയമാകുമ്പോ പറഞ്ഞോളാം എന്നാ പവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു പറയാന്ന്? അയ്യോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ട കേട്ടോ. ഞാൻ പിന്നെ വിളിച്ചോളാം. സ്കോർ എന്തായി അച്ഛാ? ഗാംഗുലി ഔട്ടായ നന്നായി. അവൻ ഇത്തിരി കൂടുതലാ. നിന്നെ ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. പെണ്ണ? ഒരു റോസ്. അവൾ ഇവിടെയും വിളിച്ചോ? നമ്പർ വല്ലതും തന്നാ? നമ്പരൊന്നും തന്നില്ല, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ? ആ നോണയാ. അങ്ങനെ ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. അല്ല, എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും അച്ഛൻ അറിയാലേ? അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത വല്ല റോസും ഉണ്ടെങ്കിലോ? അച്ഛാ, ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ, കണ്ടാലെങ്ങനെയാ? അച്ഛ, ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാ. എന്നെ കടയിലും വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേയില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടമായല്ലോ. റോജാ മലരേ രാജകുമാരി. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? കേട്ട് ഈ റോജാ മലരെ രാജകുമാരി. എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? തമിഴിൽ റോജ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റോസ് എന്നാ. മലയാളത്തിലല്ല, ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിനർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല. അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോ, എന്റെ അമ്മയാണ് സത്യം. അവൾ എനിക്ക് അറിയില്ല. ഇനി അവള് വിളിക്കട്ടെ, കള്ളി, പേരും കള്ളി. നീ തന്നേ റിമോട്ടിങ് തരാൻ. അതിന് ചൂടാവണം എന്തിന്? കാതൽ റോജാവേ ഇനി റോജ എന്നുള്ള വാക്കി വീട്ടിൽ കേൾക്കരുത്, കൊല്ലും ഞാൻ. രാജാ കയ്യ് വെച്ചോ. രാജ എന്നല്ലേ പറഞ്ഞു, റോജ എന്നല്ലല്ലോ.